ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. കൂട്ടുകാർക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ പ്ലേലിസ്റ്റും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3ന്റെ പേരെന്താണ്? ടെൻഡർ ഷൂട്ട്സ്. ഓക്കെ, ഈ ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു പോമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ മൂൺ. അതിന്റെ ഫുൾ ആക്ടിവിറ്റീസ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. യൂണിറ്റ് 3 ടെൻഡർ ഷൂട്ട്സ്. ടെൻഡർ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വലിയൊരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു മഴ പെയ്ത് ഒഴിഞ്ഞു കഴിയുമ്പോൾ മരങ്ങളിലും ചെടികളിലൊക്കെ പുതിയ എന്താണ് ബഡ്സ്. ഓക്കെ, പുതിയ ഇലകളൊക്കെ സ്പ്രൗട്ട് ചെയ്ത് വരും, മുളച്ച് വരും. അതിനെയാണ് ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുന്നത്. ടെൻഡർ ആദ്യം ലീവ്സ് വരും, പിന്നെ ഷൂട്ട്സ് വരും. ഓക്കെ, അപ്പൊ ഈ ചിത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഈ ചിത്രത്തിൽ ഒരു ആളും ഒരു ചെറിയൊരു പെൺകൊച്ചുമുണ്ട്. ഇവിടെ നമുക്ക് പ്രകൃതിയെ ശ്രദ്ധിച്ചാലോ. പ്രകൃതി എന്തൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം മലനിരകളുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങളുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നദി ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, അവിടെയുള്ള എല്ലാ ചെടികളിലും പൂക്കളെല്ലാം പൂത്ത് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതിന് താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. അപ്പം നമ്മളൊരു ചെടി നടുമ്പം നമ്മൾ എന്താണ് നടുന്നത്? നമ്മളൊരു പ്രതീക്ഷയാണ് നടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? വാങ്കേരി മത്തായി. ഓക്കെ, അപ്പം നമ്മളൊരു ചെടി നടുമ്പം ഒരു ഹോപ്പാണ് നടുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഫസ്റ്റ് ഒരു ചെടി നടുമ്പോൾ അതൊരു ചെറിയ ചെടിയാണ്. പിന്നെ സമയമെടുത്ത് ആ ചെടി എന്താവും? വലിയൊരു മരമായി തീരും. മരമാകും. പിന്നെ അതിൽ കുറേ പൂക്കളുണ്ടാവും. പൂക്കളുണ്ടായി കഴിഞ്ഞ് അതിൽ എന്താണ്? ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങൾ ഉണ്ടാവും. അപ്പം ആ ഒരു മരം വലുതാവുമ്പോൾ ആ മരത്തിന് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കുറേ ബേർഡ്സ്, പിന്നെ സ്ക്വിറൽസ്, ബീറ്റിൽസ്, പിന്നെ ഗ്രാസ് ഹോപ്പേഴ്സ്, അങ്ങനെ കുറേ ക്രീച്ചേഴ്സ് ഒരു മരം നടുന്നത് കൊണ്ട് കുറേ ക്രീച്ചേഴ്സിൻ്റെ ലൈഫ് അവിടെ സേവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? സ്കൂളിൽ നിന്നൊക്കെ പരിസ്ഥിതി ദിനത്തിന് നിങ്ങൾക്ക് ചെടി പ്രൊവൈഡ് ചെയ്യില്ലേ? ആ ചെടിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് അതിനെ വെള്ളം ഒഴിച്ച് വളർത്തണം. അപ്പം നിങ്ങൾ ഒരു മരം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ആണ് ആ മരത്തിൽ വളർന്ന് വലുതാവുക. പിന്നെ പക്ഷികൾ എന്ത് ചെയ്യും? അതിൽ കൂടുകൂട്ടി അത് മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിക്കും. അതേപോലെ സ്ക്വിറൽസ് എല്ലാം വന്ന് അവരുടെ കൂടുണ്ടാക്കും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഒരു മരം നടുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. ഈ വാങ്കേരി മത്തായി ആരാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാങ്കേരി മത്തായി അവരെന്ന് പറയുന്നത് എന്താണ്? ഒരു കെനിയക്കാരിയാണ്. ഷി വാസ് എ കെനിയൻ. അവരെന്താണ്? സോഷ്യൽ, എൻവിറോൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെല്ലാ ഫീൽഡിലും ആക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യ പ്രവർത്തനം. എൻവിറോൺമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതി സംരക്ഷണം. അതേപോലെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടും അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആര്? വാങ്കേരി മത്തായി. അവർ ഏത് രാജ്യക്കാരിയായിരുന്നു? കെനിയ ആയിരുന്നു. പിന്നെന്താണ്? ഏറ്റവും വലിയ പ്രസ്ഥാനം ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആരാണ്? വാങ്കേരി മത്തായിയാണ്. പിന്നെ അവർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അവർ എൻവിറോൺമെന്റൽ കൺസർവേഷനും വുമൺ റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശത്തെ പറ്റിയും പിന്നെ എൻവിറോൺമെന്റ്, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ വാങ്കേരി മത്തായിന്റെ കോട്ടാണ് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചത്. ഓക്കെ, അടുത്ത് നോക്കിയാലോ. ദ ഡോർവേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഒരു സന്തോഷം തരുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു ചെറിയൊരു കുട്ടി
എന്താണ് പ്രകൃതി ആസ്വദിച്ച് പ്രകൃതിയിലുള്ള ഓരോ ക്രീച്ചേഴ്സിനെയും കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ നടക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് നോക്കിക്കേ. ഒരു പച്ചപ്പ് പിടിച്ചൊരു പരിസ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണ് മരങ്ങളുണ്ട്, മരത്തിന്റെ മേലെ അണ്ണാൻ ഈ പഴം തിന്നാൻ വന്നിരിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് വണ്ടുകളുണ്ട്, പിന്നെ തുമ്പിയുണ്ട്, പിന്നെ ഇവിടെയുള്ള പൂക്കളെല്ലാം ചെടിയിലുള്ള പൂക്കളെല്ലാം വിവിധ തരം കളറിൽ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുളത്തിൽ മീനുകളുണ്ട്, ഇവിടെ തവളയുണ്ട്, പിന്നെ ഈ പച്ചപ്പുല്ലിൽ എന്തുണ്ട് പച്ചപ്പുൽച്ചാടിയുണ്ട്, പിന്നെ തേൻ കുടിക്കാൻ പക്ഷികൾ വാഴക്കൂമ്പിൽ വരുന്നുണ്ട്, പിന്നെന്താ മലകളുണ്ട്, ഇവിടെ താറാവുണ്ട്. ഈ താറാവ് എന്തിനാണ് വരുന്നത്? ഈ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വരുന്നതാണ് ഈ താറാവ്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ എന്താണ് ഒരു നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റുകയും പിന്നെ എന്താണ് ചെടികളെയൊക്കെ വെട്ടി ഒഴിവാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാലോ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു ബോയ് ഒരു എന്താണ് പച്ചപ്പായിട്ടുള്ള സ്ഥലത്തിൽ കൂടെ സന്തോഷത്തോടെ അവിടെയുള്ള ക്രീച്ചേഴ്സിനെയൊക്കെ നോക്കിക്കൊണ്ട് അവൻ നടക്കുകയാണ്. ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? നമുക്ക് ഈ ചിത്രം കാണുമ്പോഴേ നമുക്ക് എന്താണ് സന്തോഷമല്ലേ തോന്നുന്നത്? ഓക്കെ, ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? നമുക്ക് നേച്ചറിനെ പ്രകൃതിയെ നമ്മുടെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഫ്രണ്ടായിട്ട് തന്നെ കാണണം. ഓക്കെ, എന്താണ് വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എന്താണ്? നമ്മൾ പ്രകൃതിയെ ഫ്രണ്ടായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള കാര്യങ്ങളൊന്നും നശിപ്പിക്കാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ലൈഫ് സേവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തയിലേക്ക് നോക്കിയാലോ. അപ്പൊ ഒരു ചെറിയൊരു പോയം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് സിംഗിങ് എ സോങ്. അവിടെ എന്താണ് നമ്മളിപ്പോ തൊട്ട് മുന്നേ കണ്ട ചിത്രത്തിൽ എന്താണ്? ദ ബോയ് ഈസ് വെരി ഹാപ്പി. ആ ബോയ് വളരെ സന്തോഷവാനാണ്. അവൻ എന്താണ്? ഈസ് സിംഗിങ് എ സോങ്. അവനൊരു പാട്ട് പാടുകയാണ്. ഓക്കെ, ഹോ ലിറ്റിൽ ബട്ടർഫ്ലൈ. ഓ ചെറിയ പൂമ്പാറ്റേ, കം ആൻഡ് പ്ലേ വിത്ത് മീ. നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ കളിക്കൂ എന്നാണ് ആ ബോയ് പറയുന്നത്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. ഓ ബട്ടർഫ്ലൈ നീ എൻ്റെ കൂടെ വന്ന് കളിക്കാനാണ് ആ ബോയ് ബട്ടർഫ്ലൈയോട് പറയുന്നത്. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിംഗ് വിത്ത് മീ. അവൻ പറയാണ് എന്താണ്? പകല് നല്ല തെളിച്ചമുള്ളതും ആകാശം നല്ല നീല കളറുള്ളതാണ്. നീ എൻ്റെ കൂടെ വന്നിട്ട് ഒരു പാട്ട് പാടൂ എന്നാണ് ആ ബോയ് ആ ബട്ടർഫ്ലൈനോട് പറയുന്നത്. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. അപ്പം അവിടെ ആ പുല്ലിൽ കാണുന്ന പുൽച്ചാടിയോട് ആ കുട്ടി പറയുന്നത് എന്താണ്? നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ ഡാൻസ് കളിക്കൂ. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്. അപ്പം എന്താണ്? നമ്മുടെ ചുറ്റിനും ഉള്ള ക്രീച്ചേഴ്സ് ഒക്കെ എന്താണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നെവർ ഫീൽ എഫ്രൈഡ്. അത് കാരണം ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നല്ലൊരു ചെറിയ പോയമാണ്. അപ്പം കുട്ടികളെല്ലാവരും ഇത് 2 or 3 പ്രാവശ്യം ഒച്ചത്തിൽ വായിച്ചു നോക്കുക. ഓക്കെ, സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ കൂടെ ഈ സോങ് പാടാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പോം ഉണ്ട്, അതാണ് ദ മൂൺ. ഓക്കെ, മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. ഓക്കെ, ചന്ദ്രൻ എപ്പോഴാണ് വരിക? സൂര്യൻ പകല് വരും, ചന്ദ്രൻ രാത്രി വരും. ഓക്കെ, the moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the trees. Okay, അപ്പം ഈ പോമിന്റെ സ്റ്റാർട്ടിങ് എന്താണ് പറയുന്നത്? മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഓക്കെ, അപ്പൊ മൂണിന് എങ്ങനത്തെ ഒരു ഫേസ് ആണുള്ളത്? നമ്മുടെ റൂമിലെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കിന്റെ ഷേപ്പാണ് മൂണിനുള്ളത്. ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. അപ്പം പൂന്തോട്ടത്തിന് ചുറ്റുമുള്ള മതിലിന്റെ അതിൽ കൂടെ നടക്കുന്ന കള്ളന്മാരുടെ മേത്തും എന്ത് ചെയ്യുന്നുണ്ട്? മൂണ്
ഷൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂണിന്റെ ലൈറ്റ് ആ കള്ളന്മാരുടെ മേത്തേക്ക് അടിക്കുന്നുണ്ട്. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ്. പിന്നെ എവിടേക്കാണ് മൂൺ ലൈറ്റ് പോകുന്നത്? തെരുവിലൂടെ. സ്ട്രീറ്റ്സ്, ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വയൽപ്പാടങ്ങളിലൂടെ. ഹാർബർ ക്വേസ്, തുറമുഖ കടവുകളിലൂടെ. ഓക്കെ, ഓൺ സ്ട്രീറ്റ്സ്, ഫീൽഡ് ആൻഡ് ഹാർബർ ക്വേസ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവുകള്, ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ വയലോരങ്ങള്, ഹാർബർ ക്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുറമുഖ കടവുകൾ. ഓക്കെ, ആൻഡ് ബേഡീസ് asleep in the forks of the trees. ഓക്കെ, ബേഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ചെറിയ കുട്ടികള് ഈ പക്ഷികളെ കുഞ്ഞിക്കിളി എന്നൊക്കെ പറയില്ല, അതേപോലെ ബേഡീസ് എന്ന് പറയുന്നതാണ്. അവരെന്താണ്? കുഞ്ഞിക്കിളികൾ എന്താണ് ചെയ്യുന്നത്? asleep in the forks of the trees എന്ന് പറഞ്ഞാല് മരത്തിന്റെ ഇങ്ങനെ ചില്ലകൾ ഉണ്ടാവില്ലേ, ചില്ലകളിൽ അവര് കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, the squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in the bed at noon, all loud to be out by light of the moon. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? സ്ക്വാളിംഗ് കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീറ്റുന്ന പൂച്ചകളും. ഇത് സ്ക്വീക്കിംഗ് മൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞെരുങ്ങുന്ന എലികളും. ഇത് ഹൗളിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി പട്ടികൾ ഇങ്ങനെ ഒച്ചത്തില് ഓരിയിടില്ലേ, അതിനെയാണ് ഹൗളിംഗ് ഡോഗ് എന്ന് പറയുന്നത്. ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർസ് ഓഫ് ദ ഹൗസ്. അപ്പൊ നമ്മുടെ വീടിന്റെ വാതിലിന്റെ ചുറ്റും ഇരുന്നിട്ട് പൂച്ച എന്താണ് ചെയ്യുന്നത്? പൂച്ച ചീറ്റുന്നുണ്ട്, മൗസ് ഞെരുങ്ങുന്നുണ്ട്, പട്ടി എന്താണ്? രാത്രി ഓരിയിടുന്നുണ്ട്. ഓക്കെ, ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ. അപ്പൊ എന്താണ്? ബാറ്റ്, വവ്വാൽ എന്താണ്? പകൽ ഉറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ബാറ്റും എന്താണ്? ഉണർന്നിരിക്കുകയാണ്. all loud to be out by the light of the moon. അപ്പം ഇവരെല്ലാവരും എന്താണ്? പുറത്തിരുന്ന് ഈ ചന്ദ്രന്റെ ലൈറ്റ് കണ്ടിട്ട് എന്താണ്? അവരെ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, but all of the things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ബട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ ഡേ. അപ്പം പകല് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഡോഗ്, കാറ്റ്, മൗസ്. പകല് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡോഗ്, കാറ്റ്, മൗസ്. പിന്നെ കള്ളന്മാര്. ഓക്കെ, ഇവരൊക്കെ ബേർഡ്സ്. ഇവരൊക്കെ എന്താണ്? പകല് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരപ്പൊ എന്ത് ചെയ്യും? കഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. അപ്പൊ ഇവർ ഈ പകൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മൂൺ ലൈറ്റ് വരുമ്പോ, അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്താകും? എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങും. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. അപ്പൊ എന്താണ്? പൂക്കളും പിന്നെ ചെറിയ കുട്ടികളൊക്കെ എന്താക്കും? അവരുടെ കണ്ണ് അടയ്ക്കാൻ തുടങ്ങും. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ഇത് സൺ ഷാൾ അറൈസ്. അപ്പം രാവിലെ ആവുന്നവരെ, സൂര്യൻ ഉദിച്ചു വരുന്നവരെ ഡേയില് ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? ഉറങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ പോം മനസ്സിലായെന്ന് കരുതുന്നു. ഈ പോമും കുട്ടികൾ എന്ത് ചെയ്യണം? 2-3 പ്രാവശ്യം വായിച്ചു നോക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. about the poet. അപ്പം ഈ The Moon എന്ന് പറയുന്ന പോം ആരാണ് എഴുതിയിരിക്കുന്നത്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഓക്കെ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഈ പോയം The Moon എന്ന് പറയുന്ന പോം എഴുതിയിരിക്കുന്നത്. ഇയാൾ എവിടത്തുകാരനാണ്? ഒരു സ്കോട്ടിഷുകാരനാണ്. ഓക്കെ, അയാൾ ഒരു നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, അതേപോലെ ട്രാവൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര ചെയ്ത് യാത്രാ വിവരണം എഴുതുന്ന ഒരു പോയറ്റും കൂടിയാണ് ആര്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക്സ് സച്ച് ആസ്. അപ്പൊ അയാളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ അല്ലെങ്കിൽ വർക്കുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെയാണ് ട്രഷർ ഐലൻഡ്. രണ്ടാമത്തെയാണ് കിഡ്നാപ്ഡ്. ആൻഡ് മൂന്നാമത്തെ എന്താണ്? എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. ഓക്കെ, ഇത് മൂന്നുമാണ് അയാളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സും കൂടെ പഠിച്ചാലോ.
birdie, a child's term for bird. അപ്പോൾ ഒരു കുട്ടി ഒരു ബേർഡിനെ വിളിക്കുന്ന ഒരു എന്താണ് ടേം ആണ് birdie. ഓക്കെ, നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ എന്താ പറയുക കൊഞ്ചിച്ചുകൊണ്ട് വിളിക്കുന്ന പോലെയാണ് birdie എന്ന് വിളിക്കുന്നത്. cuddle, to hold close in someone's arm to show affection. അപ്പം മറ്റൊരാളുടെ അടുത്ത് ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് ഒരാളെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, cuddle എന്ന് പറയുന്നത്. fox, division of trunk of a tree into 2 branches. അപ്പോൾ എന്താണ്, മരച്ചില്ലകളെയാണ് എന്ത് പറയുന്നത്, fox of a tree എന്ന് പറയുന്നത്. quay, quay എന്ന് പറഞ്ഞാൽ എന്താണ്, a metal platform for loading and unloading the ship. അപ്പം നമ്മൾ പോയത്തിൽ കണ്ടു quay എന്ന് പറയുന്നത് ഹാർബർ quays. ഹാർബർ quays എന്ന് പറഞ്ഞാൽ എന്താണ്, തുറമുഖത്ത് പിന്നെ ഈ കപ്പൽ വരുമ്പോൾ സാധനങ്ങൾ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കാനും പിന്നെ ഈ തുറമുഖത്തുള്ള മറ്റു സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയറ്റിവിടുന്നതുമായ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാർബർ quays. ഓക്കെ, പിന്നെ സ്ക്വാൽ, സ്ക്വാൽ എന്ന് പറഞ്ഞാൽ എന്താ, ക്രൈ നോയ്സ്ലി. ഓക്കെ, ഒച്ചത്തിൽ കരയുക. സ്ക്വീക്ക്, സ്ക്വീക്ക്, സ്ക്വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് എ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓർ ക്രൈ. അപ്പൊ ഇവിടെ എന്താണ്, മൗസ് സ്ക്വീക്ക്ഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, മൗസ് സ്ക്വീക്ക്ഡ്. സ്ക്വാളിങ് ചെയ്ത ആരാണ്, പൂച്ച, കാറ്റ് ആണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് അർത്ഥങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് നോക്കിയാലോ, ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. അപ്പം ഇവിടെ നമ്മളിപ്പോൾ വായിച്ച പോം നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്യാം. Have you ever walked in the moonlight? What do you feel when you see the moon in the sky? കൂട്ടുകാർ എപ്പോഴെങ്കിലും മൂൺലൈറ്റിൽ നടന്നിട്ടുണ്ടോ, രാത്രി ഒരു സന്ധ്യാസമയത്ത് മൂൺലൈറ്റ് അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് പുറത്തു കൂടെ നടന്നിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം, യെസ് ഐ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ് വൺസ്. ഒരിക്കലും ഞാൻ മൂൺലൈറ്റ് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് നടന്നിട്ടുണ്ട്. ഇറ്റ് ഫീൽസ് വെരി പ്ലസന്റ്. പ്ലസന്റിന്റെ അർത്ഥം എന്താണ്, പ്രസന്നമായ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ദ മൂൺ ഓൾസോ സീംസ് ടു ബി വാക്കിംഗ് വിത്ത് അസ്. അപ്പം നമ്മൾ നടക്കുന്നതിൻ്റെ കൂടെ എന്താണ്, മൂണും നമ്മൾ കൂടെ നടക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർ ടു? പോമില് മൂണിന്റെ ഫേസ് എന്തായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ മൂൺസ് ഫേസ് ഇസ് കമ്പയർ ടു ക്ലോക്ക് ഇൻ ദ വാൾ. അപ്പൊ വീടിന്റെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കിനെ പോലെയാണ് മൂണിന്റെ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോയത്തില്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? അപ്പം പോയറ്റിന്റെ റോബർട്ട് ലൂയിസ് വിൽസന്റെ പ്രകാരം ബേർഡ്സ് എവിടെയാണ് പിന്നെ ഉറങ്ങുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ് ദ ബേർഡ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീ. മരച്ചില്ലകളിലാണ് ആരുറങ്ങുന്നത്, ബേർഡ്സ് ഉറങ്ങുന്നത്. വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബീംസ്? അപ്പൊ എവിടെയാണ് മൂണ് അതിന്റെ വെളിച്ചം സ്പ്രെഡ് ചെയ്യിക്കുന്നത്? ഓക്കെ, the moon shines and spread its beautiful beams on thieves on garden. ഗാർഡൻ പൂന്തോട്ടത്തിലുള്ള കള്ളന്മാർക്ക്. പിന്നെ എവിടെയാണ്, ഗാർഡൻ വാൾ, സ്ട്രീറ്റ്സ് തെരുവില്, ഫീൽഡ് വയലോരങ്ങളില്. പിന്നെ എവിടെയാണ്, ഹാർബർ ക്വേർസ് തുറമുഖ കടവുകളില്, ആൻഡ് ഓൺ ബേർഡ്സ് അസ്ലീപ് ഇൻ ട്രീസ്. പിന്നെ ട്രീസിൽ ഉറങ്ങുന്ന ബേർഡ്സിന്റെ മേലും എന്ത് ചെയ്യും, ചന്ദ്രന്റെ മൂൺ ലൈറ്റ് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? എന്തുകൊണ്ടാണ് പട്ടി രാത്രിയിൽ മൂൺലൈറ്റ് കണ്ട് ഹൗൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോഗ് മൈറ്റ് ബി എൻജോയിങ് ദ മൂൺലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പൊ എന്താണ്, ഡോഗ് ഈ ഉദിച്ചു വരുന്ന ചന്ദ്രനെ കണ്ടിട്ട് സന്തോഷിച്ചുകൊണ്ടാണ് ഹൗൾ ചെയ്യുന്നതെന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. Which are the creatures that like to spend time in the moonlight? അപ്പൊ ഏതൊക്കെ ക്രീച്ചേഴ്സ് ആണ് ഈ മൂൺലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ക്രീച്ചേഴ്സ് ആയിരിക്കാം? കാറ്റ് പൂച്ച, മൗസ് എലി, ഡോഗ് പട്ടി, ബാറ്റ്സ് ഓക്കെ വവ്വാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര സമയത്തോളാണ് പൂക്കളും ചെറിയ കുട്ടികളും ഉറങ്ങുന്നത്, അവര് റെസ്റ്റ് എടുക്കുന്ന സമയം എത്രത്തോളമാണ്? നമ്മൾ പോയത്തിൽ പഠിച്ചു, മൂൺലൈറ്റ് വന്ന്
അതിൻ്റെ ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഫ്ലവേഴ്സും ചിൽഡ്രൻസ് എല്ലാം ക്ലോസ് ദെയർ ഐസ്, അവർ കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങും. പിന്നെ അവർ എപ്പോഴാണ് കണ്ണു തുറക്കുന്നത്, സൂര്യൻ ഉദിക്കുമ്പോഴാണ് അവർ കണ്ണു തുറക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അൺടിൽ മോർണിംഗ് ദ സൺ ഷാൽ റൈസ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്തതിലേക്ക് നോക്കിയാലോ. ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട് മെയ്ഡ് ബൈ ആനിമൽസ്. അപ്പൊ നമ്മൾ പോമിൽ കണ്ടു ഡിഫറെന്റ് ആനിമൽസ് ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് chirping birds, okay, and trumpeting elephants. There are similar words in the poem. അപ്പൊ ബേർഡ്സ് എന്താ ചെയ്യുക, ട്രിപ്പ് ചെയ്യാന്ന് പറയാം. ഇങ്ങനെ കിലുകില കലയില എന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതിനാണ് ട്രിപ്പിംഗ് എന്ന് പറയാം. ട്രംപറ്റിംഗ് എലിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തോടെ എലിഫൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് എഫക്റ്റിനെയാണ് ട്രംപറ്റിംഗ് എലിഫന്റ് എന്ന് പറയുന്നത്. ഓക്കെ, there are similar words in the poem. ഇതേപോലത്തെ വേർഡ്സ് പോമിലുണ്ട് that describe the sound made by the animals. അപ്പോൾ ഓരോ ആനിമൽസ് ഉണ്ടാക്കുന്ന സൗണ്ട്സ് ഏതൊക്കെയാണ് നമുക്ക് പോയത്തിൽ നോക്കി എഴുതിയാലോ. ഫസ്റ്റ് എന്താണ്, സ്ക്വാളിംഗ് കാറ്റ്, ചീറ്റുന്ന പൂച്ച. സ്ക്വീക്കിംഗ് മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞെരുങ്ങുന്ന എലി. ഹൗളിംഗ് ഡോഗ്, ഹൗളിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരിയിടുന്ന പട്ടി. ഓക്കെ, ഇതാണ് 3 ഡിസ്ക്രൈബിംഗ് സൗണ്ട്സ്, ആനിമൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സൗണ്ട്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 2, മാച്ച് ദ ഫ്രേസ് ഇൻ ദ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെന്റൻസ്. അപ്പം കോളം എയിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ബിയിലും കൊടുത്തിട്ടുണ്ട് സെന്റൻസ്. അപ്പൊ ഇതിൽ മാച്ച് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഇത് തീവ്സ്, ഇത് തീവ്സ് എന്താ, ആർ ഓൺ ദ ഗാർഡൻ വാൾ. ഓക്കെ, ദ ബേർഡ്സ് എന്താണ്, ബേർഡ്സ് രാത്രി മരച്ചില്ലയിൽ ഉറങ്ങാണ്, അത് ഇതിൽ ഏതാ വരിക, ആർ അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ്. ഇത് ബാഡ്സ്, ദ ബാഡ്സ് എന്താണ് ചെയ്യുക, ഉച്ചയ്ക്ക് കിടന്നുറങ്ങും, രാത്രി എണീക്കും. ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ, നൂൺ എന്ന് പറയുന്ന ഉച്ച സമയമാണ്. ഓക്കെ, ദ ഡോഗ്, ദ ഡോഗ് എന്താ ചെയ്യുക, ഓരിയിടുകയാണ്, നമ്മൾ പോമത്തിൽ പഠിച്ചത്. ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. പിന്നെ ഇത് ചിൽഡ്രൻ എന്താ ചെയ്യുന്നത്, ചിൽഡ്രൻ ഉറങ്ങാൻ പോവുകയാണ്. സ്ലീപ് ടിൽ ദ സൺ റൈസസ്. അപ്പൊ കൂട്ടുകാർക്ക് ഈ മാത്സ് ഫോളോയിങ് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. Here are some balloons. Some are red, some are green. ഇവിടെ കുറച്ച് ബലൂൺ കൊടുത്തിട്ടുണ്ട്, കുറച്ച് റെഡ് ആണ്, കുറച്ച് ഗ്രീൻ ആണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺ. അപ്പൊ ഗ്രീൻ ബലൂണിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, end up with the same sound. Okay, if the words on red balloons do not rhyme, അപ്പൊ ഈ റെഡ് ബലൂൺസിലുള്ളത് റൈമിംഗ് വേർഡ്സ് അല്ല. Add rhyming words on the green balloon from the poem. അപ്പോൾ പോമിലുള്ള വേറെ റൈമിംഗ് വേർഡ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോം നോക്കിയാൽ നമുക്കറിയാം, ഹോളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൈം വേർഡ് ഏതാണ്, വാൾ. ഹോൾ, വാൾ. ഡേനോ, ഡേക്ക് വേ, ഡേ, വേ. ഐസ്, ഐസ്, റൈസ്. ഓക്കെ, മൂൺ, നൂൺ. ഓക്കെ, മൗസ്, ഹൗസ്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൈമിംഗ് വേർഡ്സ് നമ്മുടെ പോമിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. Activity number 4. Collect similar nature poems. Write one of them below and recite in the class. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, നേച്ചർ, പ്രകൃതിയെ പറ്റിയിട്ടുള്ള പോംസ് നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതുമാണ്. അപ്പോൾ അതേപോലത്തെ പോയംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോയം എഴുതിയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബാക്ക് ടു നേച്ചർ, എങ്ങോട്ടാണ്, തിരിച്ച് പ്രകൃതിയിലേക്ക്. ഐ ലവ് ടു ഡ്വെൽ ഇൻ ഫോറസ്റ്റ് വൈൽഡ്, എനിക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. വേർ ജൈന്റ് പൈൻ ട്രീസ് പിയേഴ്സ് ഇൻ ദ സ്കൈ, അവിടെ എന്താണ് കാണുന്നത്, വലിയ വലിയ പൈൻ മരങ്ങൾ ആകാശത്തിന്റെ ഉള്ളിലേക്ക് പിയേഴ്സ് ചെയ്തു പോകുന്നു, കുത്തി തുളച്ച ആകാശത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എ ബ്യൂട്ടി സ്പോട്ട് വെയർ നേച്ചർ സ്മൈൽഡ്, അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്യൂട്ടി സ്പോട്ടാണ്, അവിടെ പ്രകൃതി ചിരിക്കുകയാണ് ചെയ്യുന്നത്. എ ഫിറ്റിംഗ് പ്ലേസ് ടു ലിവ് ആൻഡ് ഡൈ എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു സ്ഥലമാണ്, ജീവിക്കാനും അവിടെ മരിക്കാനും ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. ഓക്കെ, ഈ പോയം എഴുതിയിരിക്കുന്നത് E.F. ഹെവാർഡ്. ഹെവാർഡ് എന്ന് പറയുന്ന പോയറ്റിന്റെ ഒരു ചെറിയ പോമാണ്. ഓക്കെ, കൂട്ടുകാർക്ക് വേറെ നേച്ചർ പോംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ,
അടുത്ത നോക്കിയാലോ. Nature is beautiful, but if we harm nature, it will show us its scary face. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതീവ സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. ഓക്കെ, നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? ഹാം ചെയ്യുക, ദ്രോഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? എന്താ തിരിച്ച് നമുക്ക് കിട്ടുക? നമുക്ക് ഭയങ്കര സ്കെയറി, പേടിപ്പിക്കുന്ന ഒരു ഫേസ് പ്രകൃതി നമുക്ക് തിരിച്ചു കാണിക്കും എന്നാണ് പറയുന്നത്. പ്രകൃതി ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ അതിനെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്താണ്? അത് തിരിച്ചും നമ്മളെ ദ്രോഹിക്കും എന്ന് വേറൊരു മുഖം പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നതാണ് പറയുന്നത്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? അപ്പം മനുഷ്യന്റെ ആക്ടിവിറ്റീസ്, ഓക്കെ, ദിനചര്യത്തിൽ ഈ പ്രകൃതിനെ ദ്രോഹിക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ വരും? ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വലിയ കാടുകളിലെയും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും അനാവശ്യമായിട്ട് നമ്മൾ മരങ്ങൾ മുറിച്ചു മാറ്റി ആ സ്ഥലം എന്താണ്? ഒരു കുന്നുപോലെ, മരങ്ങളും ചെടികളും ഒന്നും ഇല്ലാത്ത കുന്നുപോലെ മാറ്റുന്നത്. അത് എന്താണ്? മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന സമയത്ത് മണ്ണൊലിപ്പ് കൂടും. മണ്ണൊലിപ്പ് കൂടുമ്പോൾ എന്താണ്? മണ്ണ് മൊത്തം ഒലിച്ച് മേലെ നിന്ന് താഴേക്ക് വരും. അത് നമുക്ക് എന്താണ്? മനുഷ്യർക്ക് അത് ദ്രോഹമാണ്. മനുഷ്യൻ കാടിന് ചെയ്യുന്ന ദ്രോഹം എന്താണ്? അവിടെയുള്ള വലിയ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതാണ്. പിന്നെ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഡീസല്, പെട്രോള്, അതേപോലത്തെ ഫ്യൂസിൽ ഫ്യൂൽസ് നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ കത്തിക്കാനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, ഈ എയർ പൊല്യൂഷൻ കാരണം എന്താണ്? നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യും. അത് എല്ലാ ക്രീച്ചേഴ്സിനും ഹാംഫുൾ ആണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കരുത്. പിന്നെ ഓവർ കൺസപ്ഷൻ ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഒരു ജനറേഷന് ജീവിച്ചു പോകാനുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ഫ്യൂച്ചറിൽ ഇനി വരുന്ന കൂട്ടുകാർക്ക് കൂടെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് വേണം. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ഈ നേച്ചറിലുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യരുത്? നമ്മൾ ഉപയോഗിച്ച് തീർക്കരുത്. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിനി ഫ്യൂച്ചറിൽ വരുന്ന കൂട്ടുകാർക്കും അത് ജീവിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവർക്കും അത് ആ സാധനങ്ങൾ അതെന്തും ആയിക്കോട്ടെ, കാടാണെങ്കിലും കൊള്ളാം, അഗ്രികൾച്ചർ ആണെങ്കിലും കൊള്ളാം, എന്ത് സാധനങ്ങളാണെങ്കിലും കുറച്ച് മാത്രം നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, വെള്ളം, അതേപോലത്തെ സാധനങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? ഹ്യൂമൻസ് ചെയ്യുന്ന ഹാംഫുൾ ആക്ടിവിറ്റീസ്. വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? അപ്പം നമ്മൾ ഇങ്ങനത്തെ ഹാംഫുൾ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ്, എന്താണ് നമുക്ക് തിരിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കോൺസിക്വൻസ് ഇൻക്ലൂഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നമ്മുടെ ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാവും. മഴ വരേണ്ട സമയത്ത് കൃത്യം മഴ വരില്ല. ഓക്കെ, അപ്പം രണ്ടും മാറി. ഇപ്പം വേനൽക്കാലത്ത് മഴ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മഴ പെയ്യുന്നതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കം വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ക്രീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ക്രീച്ചേഴ്സിൻ്റെ ലൈഫൊക്കെ അവർക്ക് പിന്നെ ജീവിക്കാനുള്ളൊരു സ്ഥലമില്ലാതെ ആയിപ്പോവും. അപ്പോൾ അവർ എന്താണ്? എക്സ്റ്റിൻ്റ് ആയി പോവും. ഓക്കെ, പിന്നെ സോയിൽ ഡീഗ്രേഡേഷൻ. സോയിൽ ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കുറേ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടിട്ടിട്ട് അത് ബയോഡീഗ്രേഡബിൾ ആവാതെ അത് വർഷക്കണക്കിന് അവിടെ കിടന്ന് സോയിലിനെ അല്ലെങ്കിൽ മണ്ണിനെ മലിനീകരിക്കും. അതേപോലെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ ഡീഗ്രേഡേഷനിൽ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇല്ലാതെ മണ്ണൊലിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മണ്ണൊലിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഒഴുകിപ്പോവും. പിന്നെ വാട്ടർ സ്കാർസിറ്റി. വാട്ടർ സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള എന്താണ്? റിവേഴ്സ്, പോൺസ്, സീസ് ഒക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ഫോർ വാട്ടർ ആണ്. അപ്പം ഈ വാട്ടർ നമ്മൾ കൺസേർവ് ചെയ്യാതെ എന്താണ്? ഇതിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? നമുക്ക് വെള്ളം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ വെള്ളം ഇല്ലാതെ നമ്മൾ നരകിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളെ എക്കോസിസ്റ്റത്തിനെ അല്ലെങ്കിൽ പ്രകൃതിനെ നമ്മൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എപ്പോഴും കൂട്ടുകാരുടെ മനസ്സിൽ വേണം.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ന്യൂസ് റിപ്പോർട്ട് നോക്കാം. ഫ്ലഡ് പ്ലേസ് ഹവോക്ക് വിത്ത് ലൈഫ്സ് ഇൻ കേരള. ഓക്കെ, ഹവോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാശം. ഓക്കെ, പ്രളയം നാശമുണ്ടാക്കിയ ഒരു ന്യൂസ് റിപ്പോർട്ട് എവിടെയാണ്? കേരളയിൽ. ട്രിവാൻഡ്രം, റെയിൻ, സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്. This past week took a toll of 200 lives so far. Officials started here on Monday. അപ്പോൾ എന്താണ്? തിരുവനന്തപുരത്ത് എന്താണ്? പെരും മഴയും സ്റ്റോമും പിന്നെ ഫ്ലഡ് പ്രളയവും വന്നു. അങ്ങനെ എന്താണ്? 200ഓളം പേരുടെ ജീവിതം എടുത്തു. Giving a roundup of havoc across the district, officials said. അപ്പം എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം നാശനഷ്ടം ഉണ്ടാക്കി. Several houses collapsed and hundreds of people have been rendered homeless. അപ്പോൾ അതിലെന്താണ്? 100ഓളം പേരുടെ വീടുകൾ നാശമായി പോയി. അവർക്ക് വീടില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. Roads were flooded in low-lying areas. അപ്പം എന്താണ്? കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയകൾ അല്ലെങ്കിൽ കുഴിയുള്ള ഏരിയകളിലൊക്കെ എന്തായി മാറി? പ്രളയം നിറഞ്ഞ് വെള്ളക്കെട്ടായി മാറി. പിന്നെ ദാറ്റ് ലീഡ് ടു സസ്പെൻഷൻ ഓഫ് റോഡ് ട്രാഫിക്. അത് കാരണം എന്താണ്? റോഡ് ട്രാഫിക് എന്താണ്? നിലച്ചുപോയി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ വെള്ളം കയറിയ ഇടത്തു നിന്ന് മറ്റുള്ള ഇടത്തേക്ക് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ഇല്ലാണ്ടായിപ്പോയി. റെയിൽ സർവീസ് ടു റിമെയിൻ സസ്പെൻഡഡ് ഫോർ 2 days. 2 ദിവസമായിട്ട് റെയിൽ പാളങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. Telecommunication links were snapped at many places due also to fall of trees. അപ്പോൾ എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ഒന്നും പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും നിലച്ചുപോയി. ദ ലൈൻസ് വെയർ ബീങ് റീസ്റ്റോർഡ്, ഒഫീഷ്യൽസ് സെഡ്. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സും ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരും ന്യൂസുകാരോട് പറഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? അപ്പം ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ്? തിരുവനന്തപുരത്ത് മഴയും കാറ്റും പ്രളയവും വന്നിട്ട് ആൾക്കാർക്ക് എന്താണ്? അവരുടെ വീടുകൾ നാശമാകി പോവുകയും കുറേ ആൾക്കാർക്ക് വീടില്ലാതെ ആക്കി പോവുകയും ചെയ്തു. പിന്നെ എന്താണ്? ട്രാഫിക് ബ്ലോക്ക് ആയിപ്പോയി. പിന്നെന്താ? റെയിൽവേ ലൈൻസ് ബ്ലോക്ക് ആയിപ്പോയി. ടെലികമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിപ്പോയി. അപ്പം നാശനഷ്ടം ഉണ്ടായ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Here is a collage made of news headlines. Read some of the headlines. What is the collage about? അപ്പോൾ ഇവിടെ ഒരു കൊളാഷിന് വേണ്ടിയിട്ട് കുറേ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് ഇത് ഈ കൊളാഷ് എന്തിനുള്ള കൊളാഷാന്ന് നമുക്ക് നോക്കാം. Climate change, water pollution, global warming, children driven into hunger, cyclone Oki, deer dead, plastic found in stomachs, tsunami hits Alapura. അപ്പോൾ ഇതെന്താണ്? എൻവിറോൺമെന്റിൽ ഉണ്ടാക്കിയ ഒരു ഹവോക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കിയ ഒരു നാശത്തെ കുറിച്ചിട്ടുള്ള ഒരു കൊളാഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് കൂട്ടുകാർ ചെയ്യേണ്ടത്? കളക്ട് ഫ്യൂ ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് എടുക്കുക, എന്നിട്ട് റിലേറ്റഡ് ടു എൻവിറോൺമെന്റൽ ഇഷ്യൂ ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കൊളാഷിന്റെ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് കൊളാഷ് ഉണ്ടാക്കാനാണ് കൂട്ടുകാരോട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ യൂണിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ യൂണിറ്റ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ് പഠിച്ചത്? നേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? നേച്ചറിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ക്രീച്ചേഴ്സിനും സന്തോഷമായിട്ട് ജീവിക്കാനും ഒരു നല്ലൊരു പ്രകൃതി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മരങ്ങളെ വെട്ടി ഒഴിവാക്കരുത്. അതാണ് പിന്നെ വാങ്കേരി മത്തായിൻ്റെ ഒരു കോട്ടും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ വാങ്കേരി മത്തായി ആരാന്നും പഠിച്ചു. പിന്നെ നമ്മളൊരു പോം പഠിച്ചു. പോം എന്തായിരുന്നു? ഇത് മൂൺ. ഓക്കെ, അപ്പം മൂൺലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് അത് കണ്ട് സന്തോഷിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ആരൊക്കെയാണ്? ക്യാറ്റ്, ഡോഗ്, മൗസ്, ബാറ്റ്. ഓക്കെ, ഇവരെല്ലാവരും മൂൺലൈറ്റ് വരുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഡെയിലി ആക്റ്റീവ് ആയിട്ടുള്ള ഈ ക്യാറ്റ്, ഡോഗ്, മൗസ് ഇവരെല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നത്? ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, പക്ഷെ ബാറ്റ് മാത്രം എന്താണ്? ഡെയിലി ആക്റ്റീവ് അല്ല, നൈറ്റിലാണ് ആക്റ്റീവ്.
അപ്പോൾ കൂട്ടുകാർക്ക് പിന്നെ ആക്ടിവിറ്റീസും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്.